ഹായ് ഹലോ. ഇന്ന് സൺഡേ ആയിട്ട് ഉച്ചയ്ക്ക് ഇന്ന് പുറത്ത് പോകുന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അത് എന്തൊക്കെയോ ഒരു വയ്യാഴിക കൊണ്ട് എനിക്കും പാചകം ചെയ്യാൻ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്കിവിടെ വീടിനടുത്തായിട്ട് ഏതെങ്കിലും ചെറിയൊരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ സ്ഥലം വന്നിട്ട് ദാസരഹള്ളി എന്നാണ് പേര്. ഞാൻ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയ കാലം മുതൽ ഈ ദാസരഹള്ളി ഏരിയ, ദാസരഹള്ളി അയ്യപ്പ ടെമ്പിൾ, ജലഹള്ളി, ഇതേ ഏരിയയിലാണ് ഞങ്ങൾ വന്നതും ജീവിച്ചതും ഒക്കെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലവും അതൊന്നും അത്ര വലിയ പരിചയമില്ല. കഴിഞ്ഞ ഇത്രയും വർഷവും നമ്മൾ ജീവിച്ചതല്ല ഈ ഒരു ഏരിയയിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഹോട്ടലിൽ വന്നതാണ്. അപ്പോൾ ഈ പനിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം ഞങ്ങൾ സൂപ്പ് പറഞ്ഞു. അങ്ങനെ 4 പേര് ഓരോ ആട്ടിൻ സൂപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് കുടിച്ചു. അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തിന് കബാബ് ഓർഡർ ചെയ്തായിരുന്നു. കബാബ് വന്നു. അത് കബാബ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴത്തേന് അടുത്ത പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. പൊറോട്ട അതിൻ്റെ കൂടെ മട്ടനും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ അത് വന്നു. അപ്പോൾ അതും പൊറോട്ടയും കൂടി അതങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായി മുദ്ദ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മുദ്ദ ഉണ്ടല്ലോ, എന്നാൽ മുദ്ദ മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു അരമുറി മുദ്ദ എടുത്തു. അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അതും മട്ടൻ കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മട്ടൻ കറി ഓർഡർ ചെയ്ത് അങ്ങനെ മട്ടനും മുദ്ദയും കൊണ്ട് തന്നു. അങ്ങനെ ഞാനൊരു അരമുറി കഴിക്കാനെടുത്ത് അങ്ങനെ എല്ലാവരും ഓരോരോ പീസ് മുറിച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയും കൂടെ പറഞ്ഞു. ആദ്യം റാഗി ബോൾ കഴിക്കാമെന്ന് വിചാരിച്ച് റാഗി ബോളും മട്ടൻ കറിയും കൂടെ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതിവിടെ ദാസരഹള്ളി ചെറിയൊരു മിലിറ്ററി ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ആകുമ്പം എല്ലാ സംഭവങ്ങളും കിട്ടും. മുദ്ദ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ഓരോ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഇവിടെ പോകാമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ നല്ല ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരോട്ട് പോകണം. ഇത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്. അങ്ങനെ ഞാൻ മുദ്ദയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണിയും കൂടി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ അവർ നമുക്ക് രസം കൊണ്ടു തന്നു കേട്ടോ. ഡൈജഷൻ ഏറ്റവും നല്ലതാണ് രസം കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് രസവും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് വെളിയിൽ വന്ന് അങ്ങനെ അച്ഛയും അപ്പൂസും കൂടെ ആദ്യമേ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ സ്വീറ്റ് പാൻ വെച്ചിട്ടുള്ള വെറ്റില ഉണ്ടല്ലോ, അത് കഴിക്കാമെന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പം ഡൈജഷൻ ഏറ്റവും നല്ലതാണ്. ഫുൾ അതിനകത്ത് മധുരമുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. വെറ്റിലയ്ക്കകത്ത് അതെല്ലാം കൂടെ ഇത് ചെയ്തിട്ട് അവർ ചുരുട്ടിയാണ് തന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോയാലും ഇത് മേടിച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വെളിയിറങ്ങിയപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഓരോ പീസ് അത് ഞങ്ങൾ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണം. ദാസരഹള്ളി ഏരിയ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലെന്ന് പറയരുതല്ലോ. അതുകൊണ്ട് ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഞായറാഴ്ച ആയാലും ഇവിടെ എപ്പോഴും കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. മാർക്കറ്റായത്. ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.